ഹലോ എവ്രിവൺ, വീക്കെൻഡായിട്ട് എന്താ പരിപാടി? ഞാൻ വീക്കെൻഡായിട്ട് പുറത്ത് പോകാൻ തീരുമാനിച്ചു. ഒരു സ്നാക്സൊക്കെ കഴിച്ച് തിരിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് സൺസെറ്റ് കണ്ടു. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ. അങ്ങനെ നേരെ ഞാൻ KFCയിലോട്ട് പോയി. KFC പോയപ്പം ഞാൻ ആലോചിച്ചത്, അയ്യോ KFC ഓർഡർ ചെയ്താൽ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് ഞാനൊരു ബർഗറും ഫ്രഞ്ച് ഫ്രൈസും കോക്കുമാണ് ഓർഡർ ചെയ്തത്. ബർഗർ എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം എനിക്ക് ക്രിസ്പി ചിക്കൻ ബർഗർ അത്ര ഇഷ്ടമല്ല. എനിക്ക് സോഫ്റ്റ് മീറ്റ് വെച്ചാണ് ഇഷ്ടം. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. എനിക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ സോസ് അല്ലെങ്കിൽ എനിക്ക് പറ്റത്തേയില്ല. എനിക്ക് സോസ് അല്ലെങ്കിൽ അതൊരു ബ്ലാങ്ക് ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ മുകളിലത്തെ ഫ്ലോറിൽ പോയി. ഇതൊരു മോളാണ്. അതിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പോയപ്പോൾ ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നല്ല അട്രാക്റ്റീവ് അല്ലേ ആ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാൻ. എനിക്ക് എന്തെങ്കിലും വീട് വെക്കുവാണെങ്കിൽ ഇങ്ങനെ ബുദ്ധൻ്റെ സ്റ്റാച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഒരു റെഫറൻസിന് വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് കൊണ്ട് അട്രാക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ സ്റ്റാച്ചു വെച്ചോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞു. എനിക്ക് ചായയും കാപ്പി ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ലാത്ത വെച്ചാൽ എനിക്ക് ആ ഒരു മിൽക്കിന് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല. അപ്പം എങ്ങാനും എനിക്ക് അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെന്ന് ഫീൽ ഉണ്ടെങ്കിൽ ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ആയിരിക്കും കുടിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് നല്ല കയ്പ്പായിരുന്നു, മധുരക്കുറവായിരുന്നു. നമ്മൾ ഹെൽത്തി അല്ല നോക്കുന്നത്, നമുക്ക് ടേസ്റ്റി ഉള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ മധുരം ഇട്ട് ഇളക്കി അതൊരു കൂടി ഞാൻ കുടിച്ചു. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കസിൻസിനെയൊക്കെ വിളിച്ചു, വീട്ടിൽ വിളിച്ചു. അതെല്ലാം കഴുകി ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാഴ്ച കാണുന്നത്, അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എനിക്കായാലും കൂട്ടുണ്ടെങ്കിൽ ഞാനും പോയേനെ. പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് കളിക്കാനൊരു മൂഡില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഒരു സ്പിരിറ്റും അവിടെ കുറേ ആൾക്കാർ വന്നിട്ട് അത് കളിക്കുന്നുണ്ടായിരുന്നു. ഈവൻ അപ്പുറത്തെ സൈഡാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. അങ്ങനെ അവനെ കാണാൻ ചെന്നപ്പം അവിടെ നിന്നും ഫുഡടി മുഖ്യം ബിഗിലേ. അങ്ങനെ ലൈം ജ്യൂസും പറഞ്ഞു, പൊറോട്ടയും കബാബും പറഞ്ഞു. ഈ കടയിൽ ആദ്യമായിട്ടാണ് കബാബ് അവരുണ്ടാക്കുന്നത്. പുതിയ മെനുവിൽ ആഡ് ചെയ്ത സാധനമാണ് കബാബ്. അങ്ങനെ നമ്മൾ അതും ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബൈ.